ആഷിമേ, എടാ ഇന്ന് ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്കൊരു പെണ്ണ് കാണാൻ പോണ ഒരു കാര്യം പറഞ്ഞില്ലേ? എടാ എൻ്റെ ഒരു ഫ്രണ്ട് പ്യാരിജാതൻ ദുബായിൽ നിന്ന് വന്നേ, ആ തൃശ്ശൂര്. ഇല്ല, ഉച്ചക്ക് എത്തൂല, തൃശ്ശൂർ പോയിട്ട് ഇങ്ങോട്ട് എത്തണ്ടേ. അപ്പം നമുക്ക് വൈകുന്നേരം കാണാം, കുഴപ്പമില്ല. ആ ആയിക്കോട്ടെ, ഇൻഷാല്ലാ. ആ പ്യാരിയേ, അതെ പറഞ്ഞു ആ നേരത്തെ അവിടെ എത്തണ്ടേ? അതേ, വഴി മുഴുവൻ ബ്ലോക്ക് ആയിരിക്കും. ഒരുത്തന്നെ ഒരു ഫോൺ ചെയ്തിട്ട് നിർത്തുന്നില്ല, ഒരു അത്യാവശ്യം ആയിട്ടല്ല. പെണ്ണ് കൂടെ അങ്ങോട്ട് പോന്നാലോ? ഓ അല്ല, ഒറ്റയ്ക്കുള്ളൂ. എന്തിനിപ്പ അവരെയൊക്കെ അറിയിക്കണ? നമുക്ക് കണ്ടിട്ട് ഇഷ്ടമായ അറിയിച്ചാ പോരെ? ആ നമുക്ക് ഇഷ്ടമായ അവരെ കൂട്ടി പോവാ. ഇതിപ്പോ അവരെയൊക്കെ അറിയിച്ച് വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കണം. വിഗ് വല്ലാണ്ട് അറിയണ്ട കേട്ടോ. പിന്നെ കൊറേ ആയി വാങ്ങിയിട്ടേ, അത് മാറ്റി കല്യാണം സെറ്റാണെങ്കിൽ പുതിയത് വെക്കാം. അറിയണ്ട അറിയണ്ട മോശമാവോ? കുഴപ്പമൊന്നുമില്ല, സൈഡാണ് പ്രശ്നം. അവിടുത്തെ വെള്ളത്തിൽ കുളിച്ചേ. ചോരണ്ടല്ലോ പടച്ച റബ്ബേ. എപ്പ പറ്റിയത്? ആരും കണ്ടില്ലേ? അപ്പൊ ആരില്ലത് വിളിച്ചു കൂട്ടിക്കോളാം. ആരും നിക്കുന്നില്ല. എന്താ റബ്ബേ എവിടെ ആളാണ്? ഇതെങ്ങനെ ഇപ്പൊ ഈ വണ്ടി നിന്റെ മോൾക്കായത്? അത് വീടിൽ വരുമ്പോ ഇവിടുന്ന് അങ്ങടെ എളുപ്പത്തിൽ കടക്കാൻ നോക്കിണ്ടാവൂലേ? അല്ല, വീടിൽ അങ്ങ് വരുമ്പോ തെറിച്ചു വീണതായിരിക്കും. എവിടുന്ന്? അങ്ങനെ വരുമ്പോ ഭയങ്കര കയ്യും കാലും വരച്ചിട്ട് നിൽക്കാനും പറ്റില്ലല്ലോ റബ്ബേ. എന്താ ഓന്റെ പേര് വല്ല അറിയോ? ഇല്ല. ഓ റബ്ബേ, 4 നിക്കറല്ലേ റബ്ബേ, സ്വർഗത്തിലെങ്കിലും പോയേനെ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നാടിന്റെ സ്ഥിതി. ഇതിപ്പോ ഈ കിടക്കണത് വല്ല രാഷ്ട്രീയക്കാരാ സിനിമാ നടന്മാരൊക്കെ ചതുപ്പ് ഇങ്ങനെ കെടുക്കോ? ഏതിനും പാവപ്പെട്ടവരാണ്. എന്റെ റബ്ബേ. അല്ല, നിങ്ങളുടെ വണ്ടി ഉണ്ടോ? എന്റെ വണ്ടി ഞാൻ നടന്നു വരല്ലേന്ന്, ആവശ്യത്തിന് അത്യാവശ്യം പോന്നാണ്. വണ്ടി ഉണ്ടോ? ഒരു മനുഷ്യനെ കാണാൻ ആശുപത്രി കൊണ്ടോ? അല്ല, ഞാൻ പള്ളിയിലേക്ക് വന്നിക്കാണ്. നജസാവും, നിസ്കരിക്കാൻ പറ്റൂല. ഒന്ന് നിർത്തിയേ. അതണ്ട, ഒരാളെ വണ്ടി ഇതായിട്ട് കിടക്കാണ്. ഇതുണ്ടോ? കണ്ടോ വണ്ടി? വെള്ളമായിരിക്കും. വെള്ള കള്ളു കുടിച്ചിട്ട് മനെ ഇജ വണ്ടിമ ഒന്ന് ആശുപത്രിക്ക് ഒന്ന് കൊണ്ടുപോ. എവിടത്തെ വണ്ടി? ഇത് എവിടത്തെ? ഇത് ഇവിടെ അല്ലല്ലോ, ഇത് വേറെ എവിടത്തെയാണല്ലോ. ഏത് ജില്ലയിലാണ്? എവിടത്തെയാണത് വണ്ടി? ഇത് മൊബൈല് മറ്റേ കഞ്ചാവ് അങ്ങനെ വല്ല ആയിരിക്കും. എങ്ങനെ ആവട്ടെ, ആ ചെങ്ങാനൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റുമോ? ആര്? ഞാനാ? എന്താണ്? ഒരു പ്രാവശ്യം കൊണ്ടുപോയതിന്റെ ചുരുക്ക് ഇതുവരെ മാറിയിട്ടില്ല. അത് ശരി, ഇജ്ജ് കൊണ്ടായിട്ട് രണ്ടാമത് കൊണ്ടുവന്നിട്ടത്? എന്റെ കാർ ഇതല്ല, മുമ്പേ പറഞ്ഞുതരാം. എന്റെ നല്ല പ്രായത്തിൽ ഒരു 4-5 കൊല്ലം മുമ്പ് ഇതുപോലെ വഴിയിൽ, ഇവിടെ അല്ല വേറൊരു സ്ഥലത്ത്, ഇവനല്ല വേറെടുത്തൊരു ആക്സിഡന്റ് നടന്നപ്പോ ഞാൻ ഒരുത്തന്നെ സഹായിക്കാനായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ അവിടെ കുടുങ്ങിപ്പോയി. അവിടെ കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോ അവനെ ആക്കി കഴിഞ്ഞപ്പോ എന്റെ പേരും അഡ്രസ്സും ഒക്കെ അവിടെ കൊടുക്കണം. പിന്നെ ആള് വരണവരെ ഞാൻ അവിടെ നിൽക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ്, ഒടുവില് അവനെ ഞാൻ വണ്ടി കൊണ്ട് ഇടിച്ച് ആശുപത്രി കൊണ്ടുപോയവരായി. അല്ല, ഇതിപ്പോ ഞങ്ങളിവിടെ ഞങ്ങൾക്കറിയാലോ. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറെ കാര്യം ചെയ്യും, നിങ്ങൾ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകാൻ നോക്ക്. ഇതെല്ലാം പോട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ കല്യാണ സമയം കൂടെ ഞാൻ ഒന്ന് കുളിക്കാൻ കയറിയ അപ്പൊ ഫോൺ വരും പോലീസ് സ്റ്റേഷൻ. ഒന്ന് സ്റ്റേഷൻ വരെ വരണം. കഴിക്കാതിരുന്ന അപ്പൊ ഫോൺ വരും.
ആദ്യ രാത്രിക്ക് ഞാൻ മണയറയിൽ ഇരുന്ന് ഇങ്ങനെ പാല് കൈമാറിയ സമയത്ത് വിളിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വരാൻ. അതുകൊണ്ട് ഈ കേസ് ഞാൻ ഇപ്പൊ എടുക്കൂല. അല്ല ഇപ്പൊ അനക്ക് ഈ പാലൊന്നും അല്ല അനക്കൊന്നും ഇപ്പൊ ഈ ആളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഞാനിത് സ്കൂട്ടറിൽ ആംബുലൻസ് വിളിക്കും. നിങ്ങൾ വിളിക്കുക, ആംബുലൻസ് വിളിക്കങ്ങള് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ 2 വയസ്സന്മാരെ എന്ത് ചെയ്യാനാണ്? പോണില്ല അതും ഞങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ. അതുകൊണ്ട് അപ്പൊ അനക്കൊന്ന് വിളിച്ചോളന്നേ, മനുഷ്യനല്ലേ. ഞാൻ വിളിക്കാനാ? ഞാനിനി ആംബുലൻസ് വിളിച്ചിട്ടാണ് ആംബുലൻസിന്റെ ഡ്രൈവർ ഈ നമ്പർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. എന്നിട്ടാണ് പോലീസുകാർ എന്നെ അടുത്ത കൊടുക്കാൻ. ഞാൻ വിളിക്കണം. നിങ്ങൾ നമ്പർ ഉണ്ടെങ്കിൽ വിളിക്കുക. ആംബുലൻസ് വന്നാൽ ഞാൻ കയറ്റി സഹായിച്ചു തരാം. തൽക്കാലം ഇതൊന്നും ആളൊന്നും ഇവിടുന്ന് മാറ്റി കിടത്താൻ പറ്റുമോ നമുക്ക്? തൊട്ടാൽ തന്നെ വിരലടയാളം പ്രശ്നം. ഒരുപാട് പ്രശ്നങ്ങൾ, നൂലാമാലകളാണ് നമ്മൾ വിചാരിക്കണല്ല. രണ്ടാമത് വണ്ടി നഞ്ഞത്ത് കൊണ്ടിട്ട് വീണ്ടും മരിക്കുവാള്. വണ്ടി നിൽക്കണാണ്ടില്ലേ? ഞാനൊരു കാര്യം, എന്റെ സ്കൂട്ടർ തരാം. നിങ്ങൾ കൊണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടാ. അത് സ്കൂട്ടറിൽ ഞാനാ പിന്നെ അങ്ങനെ നടക്കാൻ തന്നെ അറിയാത്ത പറയാ. ആശുപത്രിയിൽ ചെന്ന് കയറിയാണ്ടല്ലോ അത് പെടും. ഞാൻ നമ്മളത് അനുഭവിച്ചുകൊണ്ട് പറയണേ. ഞാനാ പോനെ പള്ളിയിലേക്ക് പോവാൻ നിൽക്കായിരുന്നു. ഞാൻ പള്ളിയിലേക്ക് പോവാണ് ഞാൻ. എന്റെ ഇപ്പൊ ഇത് മേത്ത് ചോറ നജസായി കഴിഞ്ഞാൽ നിങ്ങൾ പള്ളി അതിനേക്കാളും നല്ല കാര്യമാണ് ഇത്. കാര്യങ്ങളൊക്കെ നല്ല തന്നെ. ആരെങ്കിലും കിട്ടുമോ ചോദിച്ചത്? ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് വണ്ടി എടുത്ത് പോവാണ്. എല്ലാവർക്കും അറിയാം ഇതൊക്കെ ആശുപത്രി കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ പുലിവാല് പിടിക്കുന്നു. അതുകൊണ്ടാണ് ആരും മെനക്കെടാത്തത്. ഏടെ ചങ്ങായി അങ്ങനെ നോക്കിയ ലോകത്തുള്ള സകല മനുഷ്യന്മാരും ജാതി മരിച്ചു പോവില്ലേ? എന്നാ പിന്നെ നിങ്ങൾക്ക് ഇത് എടുത്ത് എങ്ങനെയും കൊണ്ടുപോക്കോളൂ. പള്ളിയിൽ പോയി എന്താ പറഞ്ഞാ മനസ്സിലാവാത്ത? നിങ്ങൾ ഈ പള്ളി പോണെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്ത് പള്ളി പോയിട്ട് പറഞ്ഞേ? പള്ളിയിൽ പോയി അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. പിന്നെ ആൾക്കാർ ഇപ്പൊ അവിടെ നിന്ന് വിളിച്ചിങ്ങോട്ട് വരും. ഇവിടെ നിക്കണം ചെയ്യണില്ല. ഞാൻ ചെയ്യില്ല. എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ല. എന്താണ് വയസ്സന്മാരുടെ റോഡാണ്? ഒരു കഷ്ടപ്പത് എന്താ ചെയ്യാതിപ്പോ ഒരാളെ കിട്ടാല്ലേ? എപ്പോഴാ പറ്റിയത്? എപ്പ പറ്റി? ഞങ്ങൾ വരുമ്പോ ഇത് ഇങ്ങനെ കിടക്കുക, ഇവിടെ ഇങ്ങനെ കിടക്കുക. അപ്പതാ മൂപ്പിൽ ഇവിടെ നിൽക്കണ്ടായിരുന്നു. ഞാൻ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വന്ന അപ്പോഴാണ് ഒരു മനുഷ്യൻ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കല്ലാണ്ട് ഒരാളെ ആശുപത്രി. അതെ, ഇതിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കും. ഇവിടെ ഉള്ളതാണെങ്കിൽ ചേട്ടാ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക, എന്തെങ്കിലും ചെയ്ത്. എനിക്ക് പറ്റൂല, കാരണം പറഞ്ഞല്ല. ഞാനൊന്ന് നോക്കട്ടെ. ആ ഒരു ഡോക്ടറാ? ഞാനൊരു ഡോക്ടർ തന്നെയാണ്. അതാ നോക്കി നോക്ക്. പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹ് പോയിക്കണ ചങ്ങായി അവിടുന്ന്. അതിന് ജീവണ്ടോ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിട്ട്? നിങ്ങൾ പോയി അവിടുന്ന് പിന്നെ നിങ്ങളായിക്കോ ഒരു മനുഷ്യനെ വെറുതെ കൊല്ലാ. അതെ, ഇവിടെ നിങ്ങൾ ഇവിടെ അടുത്തുള്ള പരിചയമുള്ള ഡോക്ടർ മൃഗ ഡോക്ടറാവും. ആളുകളൊക്കെ അറിയിക്കാനുള്ളവരൊക്കെ നിങ്ങൾ അറിയിച്ചോ? ആരെങ്കിലും അതെ പൊന്നാന മനുഷ്യന്മാരെ നിങ്ങൾ എന്ത് നോക്കിക്കണം? ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി കൂടെ ആ മനുഷ്യനെ. അല്ല നിങ്ങൾ ഈ കണ്ട ആൾക്കാർ വണ്ടിയുള്ളവരില്ലേ, ഒരു കാർ എന്തെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട് ഈ മനുഷ്യനൊന്ന് ആശുപത്രിയിൽ കൊണ്ടുവരും. മനുഷ്യന്റെ അതെ, ഞാൻ ഒരു കാര്യം നോക്കിട്ട് നിൽക്കണേ. ശകലം വിവരമുള്ള ആരും ഇതിനു വേണ്ടി കൂട്ട് നിൽക്കൂല. കാരണം കൊണ്ടുപോയാൽ പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാ പറഞ്ഞ എത്ര ആൾക്കാർ ഇപ്പൊ നോക്കിക്കണേ. ഒരു വണ്ടി വിളിച്ചിട്ട് സുഗതനല്ലേ? അയ്യോ ഇതെന്തത്? ഇത് കണ്ടില്ലേ? എന്താ പറ്റി? ഇങ്ങോട്ട് പറ്റിയതൊക്കെ പറഞ്ഞാലാ. അയ്യോ അല്ല സത്യമായിട്ട് ഞാൻ കണ്ടില്ല. മുകളിൽ കൂടെ പോകുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ആയിട്ട് അറിയില്ല. അതറിയില്ല. ഞാൻ എന്റെ പോക്കണ്ടപ്പോ മനസ്സിലായി. എപ്പോഴാ സംഭവിച്ചത്? സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനിതുവഴി വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ ഈ ബൈക്ക് ഇങ്ങനെ ചരിഞ്ഞ് കിടപ്പുണ്ട്. ഈ ചെക്കൻ രക്തത്തിൽ കുളിച്ച് കിടപ്പുണ്ട്. ഇവർ രണ്ടാളും കൂടെ ഇവിടെ നിപ്പുണ്ട്. ഇവരെന്ത് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല. അതെനിക്കറിയില്ല. ഒരാൾ ആക്സിഡന്റ് ആയി കിടക്കുക, നിങ്ങൾ തർക്കിക്കൽ ആരാ ആദ്യം കണ്ട്? മൂപ്പരെ പറഞ്ഞു വിട്ടപ്പോ എനിക്ക് സമാനായില്ലേ? ഇദ്ദേഹമാണ് ആദ്യം കണ്ടാണ്. ആദ്യം കണ്ടത് ആ മൂപ്പര് ഇവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കടന്നു വരുന്നേ. അപ്പൊ ആദ്യം വന്ന ആളാണ്.
ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ ഞാൻ ഇയാളെ. എനിക്കറിയില്ല, ഞാനിവിടെ ഉള്ളതേ അല്ല. ചോര കണ്ടമാനം പോയിന്റ് ഇപ്പൊ എന്നാ പിന്നെ നിങ്ങൾ വന്ന് കുറെ നേരമെങ്കിൽ ഏതെങ്കിലും വണ്ടി വിളിച്ചൊന്ന് കൊണ്ടുവരുന്നില്ല എനിക്ക്. സുഖത ആൾക്കാരും വരണ്ട വണ്ടിയുള്ളവരെ എത്ര ആൾക്കാരെ ഇവിടെ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ കിടന്ന റോട്ട് കയറിയിട്ടൊന്നും തടുക്കാറുന്നില്ല. എന്റെ കയ്യിൽ വണ്ടിയുണ്ട്. പിന്നെ എന്താ മനുഷ്യത്വം? ഇതാണ് സ്കൂട്ടറാണ്, അതിലെങ്ങനെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ ആ വണ്ടി എടുത്ത് ഏതെങ്കിലും കാർ വിളിക്കാൻ നിങ്ങൾക്ക് കൂടെ. അതെ സുഗത, ഇനിയിപ്പൊ അധികം വർത്താനത്തിനും തർക്കത്തിനും ഒന്നും നിൽക്കണ്ട. ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രവർത്തകനാണെന്നുള്ളത് ഇപ്പൊ നമ്മക്കൊക്കെ അറിയണാണ്. അപ്പൊ ഇച്ചൊരു കാര്യം ചെയ്യും, ആ ചങ്ങായിനെ എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു വണ്ടിയുടെ സൗകര്യം ഒന്നും ഉണ്ടാക്കി നോക്ക്. അത് നോക്ക്. അതൊരു പ്രശ്നമുണ്ട് ഇപ്പഴേ. എന്താ പ്രശ്നം? നമ്മുടെ LP സ്കൂളിലെ 10 മണിക്ക് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് ഒരു മീറ്റിംഗ്. അപ്പൊ എന്റെ പ്രകൃതി സംരക്ഷണത്തിൽ മനുഷ്യൻ പെടൂല്ലേ? മനുഷ്യന്മാര് പെടും. പക്ഷെ ഞാൻ 10 മണിക്ക് എത്താന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. വാക്കാണല്ലോ വലുത്. അത് ശരിയാ, പ്രവൃത്തി അല്ലല്ലോ അല്ലെ വലുത്. അത് സാഹിബ്, അതാണ് ഞാൻ പറയാം, എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത്. അങ്ങനെ കുറ്റപ്പെടുത്തരുത്. നൂറ് തിരക്കുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഞാനിപ്പോ ഈ മനുഷ്യനെ കണ്ടോ, ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഇയാൾ എവിടത്തെ എന്താന്ന് എനിക്കറിയില്ല. ഇല്ലല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ പുള്ളിനെ ആദ്യമായിട്ട് കാണുകയാണെന്ന്. ഞാൻ നിങ്ങളെ 2-3 പേരെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ ഇയാളെ ഏതെങ്കിലും വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഹോസ്പിറ്റലുകാർ പറയും ഇയാളുടെ ആൾക്കാർ വരട്ടെ, അതുവരെ ഇവിടെ നിൽക്കുന്നു പറയും. അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും, എന്നിട്ട് SI എത്തുന്നവരെ അവിടെ നിൽക്കാൻ പറയും. എന്തെങ്കിലും കേസും കൂട്ടം വന്ന് എന്നെ വിളിക്കും. ഒരു ദിവസം അതിന് വേണ്ടി മെനക്കണം, എനിക്ക് സമയമില്ല. ഒന്നും സമയമില്ല, അതന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇപ്പൊ ഈ ചർച്ച ചെയ്യുമ്പോഴത്തെ ആളുടെ കാറ്റ് പോകും. ഒരു കാര്യം ചെയ്യും, വണ്ടി ഞാൻ തരാം, നിങ്ങൾ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് ടാക്സിയോ അല്ലെങ്കിൽ ആംബുലൻസ് എന്തെങ്കിലും. ഞാൻ വരൂല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആംബുലൻസ് കയറ്റി വിടാൻ വരെ ഞാൻ നിൽക്കാം, ആശുപത്രിയിൽ ഞാൻ വരില്ല. ഞാൻ പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ്റെ പൊന്ന്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിൽക്കേ, എന്തെങ്കിലും ആവശ്യം അത് വേണ്ട. ഒരു മനുഷ്യനാട്ടോ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു കേറ്റാ പൊന്തില്ലല്ലോ. നിങ്ങൾ വണ്ടി വിളിച്ചിട്ട് ഈ വയസ്സായ എന്നോടാ ഈ പോയി സംസാരിക്കണത്. ആദ്യം വന്ന് നോക്കിയ ആളാണ് ഇപ്പൊ നേരത്തെ പോയത്. രണ്ടാമത് വന്ന് നോക്കിയ ആള് ഞാനാണ്. ഞാൻ പോവാ. ആദ്യം വന്ന ആള് പോയ സ്ഥിതിക്ക് രണ്ടാമത് വന്ന ആളാണ് സാക്ഷി. എല്ലാത്തിനും നിങ്ങൾ പോകാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് വിടില്ല. അല്ലെങ്കിൽ ഞാൻ വിട്ടു. അതുകൊണ്ട് പോലീസ് അഥവാ ശരിയായാലേ കല്യാണം അടുത്ത വരവൻ തന്നെയല്ലേ നടക്കുള്ളൂ. അതിപ്പോ അവരോട് സംസാരിച്ചു നോക്കാം, അവരുടെ താല്പര്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ചെയ്താൽ. അങ്ങനെയല്ല ഞാൻ ചോദിക്കണേ, ഇനിയിപ്പോ അവർക്ക് താല്പര്യം പറഞ്ഞാൽ അനക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമോ? ചോദിച്ചു നോക്കണം. ഉടനെ കയറി ചെല്ലണമെന്നാണ് അവിടെ നിന്ന് വിളിച്ചത്. പിന്നെ നമുക്കിപ്പോ ഒരു കാര്യം വേണമെങ്കിൽ വരണമെങ്കിൽ നമുക്കൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അതാ നല്ലത്. ഇതാണ് ശരിയാ മതി. എത്രാമത്തെ പെണ്ണാണല്ലോ നമ്മള് പോണത്. എല്ലാം കൂടി ഇണങ്ങി വരണ്ടേ? അത് ശരിയാ. അല്ല, ഈ മണ്ണും പെണ്ണും എന്നൊക്കെ പറഞ്ഞ യോഗ ഇത് നടന്നു കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയണത്. ഇത് കുട്ടി ഉഗ്രം കുട്ടിയാട്ടോ. എനിക്കറിയാം, പേഴ്സണാലിറ്റി അറിയാം. നമ്മളെ ഒരു സുഹൃത്തുണ്ട്, ഒരു സുഭാഷിന്റെ പെങ്ങളെ മോളാ. ശരി, എന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തോ ഒരു ആൾക്കൂട്ടം കാണുന്നുണ്ടല്ലോ. അതെ, ആക്സിഡന്റാ. ഇറങ്ങണ്ട. ഇവിടെ ആളുകൾ വട്ടം കൂടിയുണ്ട്. എന്തോ ആക്സിഡന്റ്. വേണ്ടത് പുലിപാലാവും. നമുക്ക് നോക്കണ്ട. ചോര ഒലിപ്പിച്ച് കിടക്കണില്ലേന്ന്. അവിടെ അല്ല, ഇങ്ങോട്ട് വാ. അവര് നമ്മുടെ വണ്ടി കണ്ടിട്ട് കൈ കാണിക്കുന്നുണ്ട്. വണ്ടി പറയണത് വണ്ടി ബാക്കെടുക്കി. വേണ്ട, അത് അടഞ്ഞിടാവും. ഞാൻ പറഞ്ഞു കേക്ക്. തിരിക്കാനുള്ള പരിപാടി വേണ്ട. കാറുള്ളവര് പോലും സഹകരിക്കില്ല എന്ന് പറഞ്ഞു. മനസ്സിലായി, ആക്സിഡന്റ് ആണെന്ന് മനസ്സിലായി. അവർ പോവാണ്, അവർ പെടുമെന്ന് അവർക്കറിയാം. ഇത് നമ്മളൊക്കെ ഈ പോറേ നാട്ടിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുന്നവരിൽ എന്തെങ്കിലും വന്നെങ്ങനെ നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ എങ്ങനെയാണ്? ഇതിപ്പോ നമ്മള് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്ഥിതി എനിക്കറിയാലോ. ഹോസ്പിറ്റലിൽ നമ്മള് പെടും. അതെ, ഒന്നിങ്ങോട്ട് വാചേട്ടാ, ഒന്നിങ്ങോട്ട് വാടോ. അനക്ക് 16-ാം തീയതി തിരിച്ചു പോകേണ്ടതാണ്. അതാ ഞാൻ പറഞ്ഞത്. അതൊന്നും കാര്യമില്ല. അവര് വിളിക്കണ്ട. എടാ നീ വണ്ടി എടുത്ത അങ്ങോട്ട് എന്താന്ന് നോക്കാം. എന്താ വരില്ല? ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം. എട്ടങ്ങറാണ്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതൊരു മനുഷ്യ ജീവനല്ലേ, അത് നമ്മൾ കണ്ടില്ല. മനുഷ്യന്മാർക്ക് ഇല്ലാത്ത അവിടെ വണ്ടി ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മളെ വിളിക്കണം. എടാ നീ വണ്ടി എടുത്തേ. ഒന്ന് തിരിക്കാൻ ഞാൻ ആൾക്കാരെ കുറ്റം പറയണ്ട. മോളിന്ന് വണ്ടി തെറ്റിയിട്ട് വന്ന് വീണതാ. ഒരു വണ്ടി എത്ര നേരമായിട്ട് കിട്ടിയില്ല. ഇങ്ങനെ കിടത്തണേ നിങ്ങൾക്ക് ആസ്പത്രി ഈ വണ്ടിയിൽ കയറ്റിയ ആളെ കൊണ്ടുപോയാ പോലെ പിടിക്കുന്നു.
ഡോറ് തുറക്ക്. ആരെങ്കിലും ഒരാൾ അല്ല എനിക്ക് മഞ്ഞ അതെ ആരെങ്കിലും ഒന്ന് കേറുന്നത് പരിചയമുള്ള ഞാൻ ഇത്ര നേരം ഇവിടെ നോക്കി നിന്നല്ലോ. എനിക്കൊരു മീറ്റിംഗ് ആള് രക്ഷപ്പെട്ടല്ലോ. അല്ല ആ പയ്യന് എന്തെങ്കിലും സംഭവിച്ചാ ഒന്നാം സാക്ഷി നിങ്ങളാണ്. എങ്ങനെ ഒന്നാം സാക്ഷി ഞാനവണ്? ആ ഒന്നാം സാക്ഷി പോയില്ലടോ നേരത്തെ. അതെ, ഒന്നാം സാക്ഷി പോകുമ്പോ രണ്ടാമത് വന്ന ആള് ഒന്നാം സാക്ഷിയാവും. അപ്പൊ ഇജോ? ഞാൻ മൂന്നാം സാക്ഷിയാണല്ലോ. ഞാൻ പോവാ. അപ്പൊ ഇജോ ഒന്നാം സാക്ഷി അങ്ങനെ ഞാൻ പോകുമ്പോ ഇയാളാവും. ആ ചെരുപ്പ് അവിടെ വെച്ചടോ ചങ്ങ ഇഞ്ഞ അത് കൊണ്ടോണ്ട. ചെരുപ്പ് ഓരോരോ ഹാലാക്ക്. അതെ, ചെരുപ്പ് നിങ്ങൾ എടുത്ത് അത് അന്വേഷണം വരുമ്പോ നിങ്ങൾ കുടുങ്ങും കേട്ടാ. അതെ നിങ്ങൾ ഏത് വഴിക്കാ? ഇല്ല, ഞാൻ എങ്ങോട്ടും അല്ല. ഈ വഴി അല്ലേ?